3 പതിറ്റാണ്ട് മുൻപ് CPM ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട സദാനന്ദൻ കൃത്രിമ കാലിലാണ് സഞ്ചരിക്കുന്നത്. RSS ജില്ലാ കാര്യവാഹക് ആയിരിക്കെയാണ് കണ്ണൂർ സ്വദേശിയായ സദാനന്ദൻ ആക്രമിക്കപ്പെടുന്നത്. കൂത്തുപറമ്പിൽ താമസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വേളയിൽ 1994 ജനുവരി 25-നുണ്ടായ CPM RSS സംഘർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഇരുകാലുകളും CPM പ്രവർത്തകർ വെട്ടിയത്. ആക്രമണത്തിനിരയാകുമ്പോൾ 30 വയസ്സായിരുന്നു പ്രായം. വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയായിരുന്നു ആക്രമണം. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ആക്രമണത്തിൽ സദാനന്ദന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നീട് ചികിത്സയ്ക്കു ശേഷം വീൽചെയറിന്റെയും ഊന്നുവടിയുടെയും സഹായത്തോടെ വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി. രണ്ടായിരത്തി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. 2016 കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനായി എത്തിയിരുന്നു. സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് ലക്ഷ്യമെന്ന് C. സദാനന്ദൻ വ്യക്തമാക്കി. സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത്. പാർട്ടി തരുന്ന അംഗീകാരമാണ് പാർട്ടിയുടെ കരുതലാണ്. രാജ്യസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ അതിനുള്ള ഔദ്യോഗികമായൊരു സംവിധാനങ്ങളുണ്ടാവും. പാർട്ടിയുടെ സംവിധാനമുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം വിധേയമായി അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത്. കേരളത്തിനുള്ള അംഗീകാരമാണ്. പാർട്ടി എന്നും കരുതലോടെ തന്നെയാണ് കേരളത്തെ കണ്ടിരുന്നത്. കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും വികസനത്തിൻ്റെ പുതിയ ചക്രവാളത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന കർമ്മ പദ്ധതികൾ ധാരാളം പാർട്ടി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു നിയോഗവും. നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റും സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമാണ് സദാനന്ദൻ. RSSന്റെ ധൈഷണിക വിഭാഗമായ ഭാരതീയ വിചാരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ്. അധ്യാപികയായ വനിതാ റാണിയാണ് ഭാര്യ. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.